ഹലോ ഗൈസ്, ഞാനിത് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പാവൽ എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇതത് ചെറിയൊരു പാവലിൻ്റെ തൈയാണ്. ഇത് നന്നായി കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പാവൽ പിടിക്കത്ര ചെറുപ്പത്തിൽ തന്നെ പാവൽ നന്നായി പിടിക്കാൻ ഞാൻ ചെയ്യുന്ന ടിപ്സുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാ നമ്മൾ ചെറിയ പാവൽ പടർന്നു വരുന്നേ ഉള്ളൂ, എങ്കിലും നന്നായി നമുക്ക് കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ പാവൽ കൃഷിക്ക് നമുക്ക് നല്ല വെയിൽ വേണം കേട്ടോ. വെയിൽ പ്രധാനമാണ്. ഞാനിതാ ഒരു വല കെട്ടി കൊടുത്തിട്ടുണ്ട്. ഈ വലമേൽ ഞാൻ ഒരുപാട് ഐറ്റംസ് പടർത്തിയിട്ടുണ്ട്. പയറുണ്ട്, കോവലുണ്ട്, പാവലുണ്ട്, എല്ലാം ഞാൻ ഒരൊറ്റ വലമേലാണ് പടർത്തിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ പാവൽ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പാവലിന് മെയിനായിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. കൃത്രിമ പോളിനേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പാവൽ പൂവ് കൊഴിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രാവിലെ എണീച്ച പാടൊന്നും ഇതിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കുക. കൃത്രിമമായിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുത്ത് എന്തായാലും ആ പെമ്പൂവ് കായായി കിട്ടും. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ആൺപൂവും പെമ്പൂവും തിരിച്ചറിയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആമ്പൂവ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നത് മിക്കവാറും രാവിലെ ആവാൻ നോക്കണം. രാവിലെ ഒരു 7 മണി ഒക്കെ ആ സമയത്താണ് ഇത് പൂവ് വിടർന്ന് വരുന്നത്. ആ ഒരു സമയത്താവണം. ഇതാണ് ഇതിൻ്റെ ആമ്പൂവ്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ പതുക്കെ പൊട്ടിച്ചെടുക്കണം. കാരണം പൂവാണ്, നമ്മൾ പെട്ടെന്ന് ഇത് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പതുക്കെ ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് പെൺപൂവിൻ്റെ അടുത്ത് കൊണ്ടുവരാം. പെൺപൂവ് നമുക്ക് തിരിച്ചറിയാൻ അതിൻ്റെ അറ്റത്ത് കൈപ്പങ്ങ പോലെ ഒരു ചെറിയതുണ്ടാവും. അതിൻ്റെ അറ്റത്താണ് പൂവ് ഉണ്ടാവുക. അതാണ് പെൺപൂവ്. ഇതിന് മെയിനായിട്ട് മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് ഞാനൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ലൊരു വളമാണ്. ഇതാണ് പെമ്പൂവ്. ഇത് ഞാൻ പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണ്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും അത് പോളിനേഷൻ നടന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തലേ ദിവസം നമുക്ക് ഇതിന് കവറിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുഴു കുത്തും. ഇത് കുത്തിയതിന് ശേഷമാണ് ഞാൻ കവറിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ആവും, വളരൂല. അപ്പം നമുക്കിത് തലേ ദിവസം നമുക്കിതിന് കവർ കെട്ടിക്കൊടുക്കണം. എങ്കിൽ നമുക്ക് നല്ല കായായി കിട്ടും. ഇതാണ് ഞാൻ മീൻ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വളം.